നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. കൂത്താട്ടുകുളം നഗരസഭയിൽ UDF അവിശ്വാസ പ്രമേയ ചർച്ച നാളെ. അവിശ്വാസം വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ UDF അവിശ്വാസം ജനാധിപത്യം സംരക്ഷിക്കാനെന്ന് MLA-മാർ. കടുത്തുരുത്തിയിൽ തോട്ടിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തെ തിരിച്ചറിഞ്ഞു. കുറുവിലങ്ങാട് കോഴ സ്വദേശി ഷാജിയാണ് മരിച്ചത്. നീഴൂർ ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അഭയകേന്ദ്രത്തിലെ അന്തേവാസിയായിരുന്നു ഷാജി. കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർപേഴ്സൺ വൈസ് ചെയർമാനുമെതിരെ UDF അവിശ്വാസ പ്രമേയ ചർച്ച നാളെ നടക്കും. അവിശ്വാസ പ്രമേയം വിജയിക്കുമെന്നാണ് UDF കരുതുന്നത്. ജനുവരി 18 UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് LDFിന്റെ കൌൺസിലറായ കലാരാജുവിനെ CPM തന്നെ തട്ടിക്കൊണ്ടുപോയ സംഭവവികാസങ്ങൾക്ക് ശേഷം നാളെ വീണ്ടും UDF നൽകിയ അവിശ്വാസ പ്രമേയം നഗരസഭ ചർച്ചയ്ക്കെടുക്കുകയാണ്. ജനാധിപത്യം സംരക്ഷിക്കാനും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുമാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതെന്നും ഭരണഘടന നൽകുന്ന സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാരിനായില്ല. ജനാധിപത്യം സംരക്ഷിക്കാൻ പാർട്ടിയും UDFും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങും. കയ്യൂക്കിലൂടെയും മർദ്ദനോപാധികളിലൂടെയും ജനാധിപത്യം തകർക്കാൻ CPM മുന്നിട്ടിറങ്ങുമ്പോൾ ജനാധിപത്യം സംരക്ഷിക്കാൻ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങുമെന്ന് MLA-മാരായ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ്, അഡ്വക്കേറ്റ് മാത്യു കുഴിനാടൻ എന്നിവർ അറിയിച്ചു. ആക്രമികളോട് മുൻപുണ്ടായിരുന്ന സമീപനം തന്നെയാണ് പോലീസ് സ്വീകരിക്കുന്നതെങ്കിൽ ഗുണ്ടായിസവും അക്രമവും കണ്ട് ഭയം നോടിയൊളിക്കാൻ തയ്യാറല്ല എന്നും ഇവർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ റൂറൽ SP നൽകിയ നിർദ്ദേശം മൂവാറ്റുപുഴ DYSP അട്ടിമറിച്ചു എന്നുള്ളതാണ്. ആ SP പറഞ്ഞെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ റൂറൽ SP വളരെ കൃത്യമായി അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥ നിലയിൽ അദ്ദേഹം നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുകയായിരുന്നു. അപ്പൊ അവിടെ പോലീസിന്റെ ഒരു പ്രോട്ടോകോളിലല്ല കാര്യം നടന്നത്. അയാൾ പറഞ്ഞു ഇത്തവണ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പറയും, കോടതിയുടെ നിർദ്ദേശം ഒരു പോലീസ് ചെയ്യാൻ പോകുന്നത് തന്നെ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് വെറുതെ അങ്ങനെ ഒരു പോലീസ് പ്രവർത്തനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നു. ഇവിടുത്തെ പിണറായിയുടെ പോലീസിന്റെ ഔദാര്യത്തിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്ന് കോൺഗ്രസിനും UDFിനും ഉത്തമ ബോധ്യമുണ്ട്. പിണറായി വിജയന്റെ ഔദാര്യത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നും ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനും ഇവിടുത്തെ സംഘടനാ പ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനത്തിനും പാർട്ടി എന്ന നിലയിൽ മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ തന്നെ ഉണ്ടാകണം എന്നതും കൂടി കണക്കിലെടുത്ത് ഈ തവണ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു സ്വയം തീരുമാനം എന്ന നിലയിൽ UDF കൗൺസിലേഴ്സ് ആരും പോലീസ് പ്രൊട്ടക്ഷനിൽ പോകേണ്ടതില്ല എന്ന് പാർട്ടിയും മുന്നണിയും തീരുമാനിച്ചു. UDF കൗൺസിലേഴ്സ് ആരും പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുന്നില്ല. പകരം പാർട്ടിയുടെയും മുന്നണിയുടെയും സംരക്ഷണത്തിൽ കൂത്താട്ടുകുളത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയാണ്. CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയാണ് 25-അംഗ നഗരസഭാ കൌൺസിലിന്റെ ഭരണം നടത്തുന്നത്. UDF 11 പേരും സ്വതന്ത്രൻ 1, LDF 13 എന്നിങ്ങനെയാണ് അംഗനില. എന്നാൽ കഴിഞ്ഞ ജനുവരി 18 അവിശ്വാസ പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളെ തുടർന്ന് LDFിലെ കലാരാജു, സ്വതന്ത്രനായ PG സുനിൽകുമാർ എന്നിവർ LDF ഭരണസമിതിയുടെ നിലപാടുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരായി മാറി. ഇവരുടെ പിന്തുണ കൂടി ലഭിക്കുമ്പോൾ അവിശ്വാസ പ്രമേയം വിജയിക്കുമെന്നാണ് UDF കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, കൂത്താട്ടുകുളം. UDFിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 5 കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ അവതരിപ്പിക്കുന്ന അവിശ്വാസ പ്രമേയം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് LDF. ഭരണസമിതിയുടെ കാലാവധി തീരാൻ ആഴ്ചകൾ മാത്രം ബാക്കിയിരിക്കെ ഭരണപ്രതിസന്ധി സൃഷ്ടിച്ച വികസന പ്രവർത്തനങ്ങളെ തടയുക എന്നതാണ് UDFിന്റെ ലക്ഷ്യം. ഈ ഭരണസമിതിയുടെ കാലത്തെ അവസാന സാമ്പത്തിക വർഷം എന്ന നിലയിൽ 23 കോടി രൂപയുടെ വികസന പദ്ധതികളുമായാണ് ഭരണസമിതി മുന്നോട്ടു പോകുന്നത്. ഈ പദ്ധതികളെ ഇല്ലാതാക്കാനാണ് UDF ശ്രമിക്കുന്നത്.
നിലവിലെ ഭരണസമിതിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കാൻ പോലും UDF-ന് കഴിഞ്ഞിട്ടില്ല. കുതിരക്കച്ചവടം നടത്തി ഏത് വിധേനയും ഭരണം പിടിക്കുക എന്നത് മാത്രമാണ് UDF-ന്റെ ലക്ഷ്യം. അഴിമതിരഹിത ജനപക്ഷ വികസന പദ്ധതികളുമായാണ് ഭരണസമിതി മുന്നോട്ടു പോകുന്നതെന്നും LDF കൂത്താട്ടുകുളം മുനിസിപ്പൽ കമ്മിറ്റി പറഞ്ഞു. കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ 25-26 സാമ്പത്തിക വർഷം ഏകദേശം 23 കോടിയോളം വരുന്ന രൂപയുടെ വികസന പദ്ധതികളാണ് അവതരിപ്പിച്ച് DPCയുടെ അംഗീകാരം നേടിയിട്ടുള്ളത്. ഈ വികസന പദ്ധതികൾ നടപ്പാക്കാനുള്ള വലിയ ശ്രമത്തിലാണ്, അതിന്റെ വളരെ വേഗതയാർന്ന ശ്രമത്തിലാണ് മുനിസിപ്പൽ ഭരണസമിതിയും ഉദ്യോഗസ്ഥ സംവിധാനവും എല്ലാം മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ആ ഭരണസമിതിയെ അസ്ഥിരപ്പെടുത്തുക എന്ന് വന്നാൽ അതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഈ വികസന പദ്ധതികളെ ഈ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ നടക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. ജനങ്ങളുടെ പക്ഷം ഇവ സൂചിപ്പിക്കുന്നില്ല, ജനങ്ങളുടെ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നില്ല. ഇവരുടെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യം അതിന്റെ ഭാഗമായി കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് UDF ചെയ്യുന്നത്. കാരണം ജനക്ഷേമകരമായ വികസന പദ്ധതികളെ അട്ടിമറിക്കുക, അതിനെ തുരങ്കം വയ്ക്കുക, അതില്ലാതാക്കുക, ആ ഒരു ലക്ഷ്യമാണ്, ഒരേ ഒരു ലക്ഷ്യമാണ് ഇത്തരമൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് പിന്നിൽ നിന്ന് നാം മനസ്സിലാക്കണം. കടുത്തുരുത്തി ഞീഴൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ കൈത്തൊട്ടിയിൽ കണ്ടെത്തിയ മൃതദേഹത്തെ തിരിച്ചറിഞ്ഞു. കുറവിലങ്ങാട് കോഴ സ്വദേശി ഷാജിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് തൊട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഞീഴൂർ ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അഭയകേന്ദ്രത്തിലെ അന്തേവാസിയായിരുന്നു ഷാജി. 4 ദിവസം മുമ്പ് രാവിലെ ചായ കുടിക്കാൻ എത്താതിരുന്ന ഷാജിയെ അന്വേഷിച്ചിട്ട് കാണാതായതിനെ തുടർന്ന് കടുത്തുരുത്തി പോലീസിൽ പരാതി നൽകിയതായി ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ജോസ് പ്രകാശ് ദൃശ്യ ന്യൂസിനോട് പറഞ്ഞു. കടുത്തുരുത്തി പോലീസ് സ്ഥലത്തെത്തി. കടുത്തുരുത്തി ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങളാണ് സ്ഥലത്തെത്തി ബോഡി പുറത്തെടുത്തത്. കടുത്തുരുത്തി പോലീസ് തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 12/6/2024 ബാബു പ്ലാച്ചാനിയിൽ ബന്ധുവാണ് അദ്ദേഹത്തിൻ്റെ ഷാജി കേക്കറി ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഒരു 4-5 ദിവസം മുമ്പ്, അതായത് ഇദ്ദേഹത്തിന് മുടി വെട്ടണമെന്ന് പറഞ്ഞു, ആൾക്കാരെ കൊണ്ടുവന്ന് മുടി വെട്ടിപ്പിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തു. കൃത്യമായ രീതിയിൽ മരുന്നുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാണാതായപ്പം ഞങ്ങൾ രാവിലെ ഒരു 6 മണിക്കാണ് എന്നെ വിളിച്ചു പറയുന്നത് ഷാജി ചായ കുടിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവരൊരു പക്ഷേങ്കിൽ ഇവിടെ അമ്പലത്തിൽ പോകാറുണ്ട്, അമ്പലത്തിൽ പോയതായിരിക്കും എന്ന് പറഞ്ഞു. അമ്പലത്തിൽ ചെന്ന് നോക്കിയിട്ട് അമ്പലത്തിൽ കാണാൻ വന്നപ്പോൾ ഇവിടെ മുതൽ ഞങ്ങൾ ഒന്ന് നോക്കി, കാണാതായി. അപ്പോൾ ഒരു 10 മണിയോട് കൂടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം പറഞ്ഞു. അതിനുശേഷം FIR ഇടിച്ചു. വീണ്ടും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു സുഹൃത്താണ് വിളിച്ചു പറയുന്നത്, പിന്നെ ഒരു ബോഡി കണ്ടിട്ടുണ്ട്, വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, എൻ്റെ വൈഫിനെ കൊണ്ട് തിരുമിക്കാൻ പോയിരിക്കുകയായിരുന്നു. അവിടെ ഞാൻ തിരിച്ചു വന്ന് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല തന്നെയാണ്. ഞാനിപ്പോൾ ഉണ്ടായ സംഭവം ബാക്കി എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കും. കേരള കോൺഗ്രസ് എം യുവജന റാലിയും പൊതുസമ്മേളനവും കേരള യൂത്ത് ഫ്രണ്ട് എം പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 9 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പാലായിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2000-ഓളം യുവജന വോളണ്ടിയർമാർ മാർച്ച് ചെയ്യുന്ന യുവജന റാലിയാണ് സംഘടിപ്പിക്കുന്നത്. പാലാ നിയോജക മണ്ഡലത്തിലെ 12 പഞ്ചായത്തുകളിൽ നിന്നും പാലാ മുനിസിപ്പാലിറ്റിയിൽ നിന്നുമാണ് കൃത്യത്തോടെ 2000 യുവജനങ്ങൾ പങ്കെടുക്കുന്ന മഹാറാലി നടത്തുന്നത്. റാലിക്ക് ശേഷം കുരിശുപള്ളിക്കവലിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പന്തലിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. യൂത്ത് ഫ്രണ്ടും പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി വരിക്കയിൽ അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം 4 മണിക്ക് പാലാ കെഴതടിയൂർ ബൈപ്പാസിൽ നിന്നും 13 മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്ന റാലിയിൽ ഓരോ മണ്ഡലത്തിന്റെയും പ്രത്യേക ബാനറിന് കീഴിൽ 10 പേർക്ക് ഒരു ടീം ക്യാപ്റ്റൻ എന്ന നിലയിലാണ് റാലി ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേക യൂണിഫോമിൽ അണിനിരക്കുന്ന യുവജന റാലിക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടി ഉണ്ടാകും. KSRTC സ്റ്റാൻഡിന് മുൻവശത്തു കൂടി ലാലം പാലം കടന്ന് കുരിശുപള്ളിക്കവലിയിലേക്ക് എത്തുന്ന വിധമാണ് റാലി ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ 12 പഞ്ചായത്തുകളിലും പാലാ മുനിസിപ്പാലിറ്റിയിൽ നിന്നുമായി നമ്മൾ 2000 പ്രവർത്തകരെ പാലായിൽ എത്തിച്ച് വളരെ അടുക്കും ചിട്ടയോടുകൂടി യൂണിഫോം ഡ്രസ് കോഡിൽ നമ്മൾ പാർട്ടിയുടെ പതാക ഏന്തിക്കൊണ്ട് പാലാ ടൗണിൽ കൂടെ ഒരു പ്രകടനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓഗസ്റ്റ് 9 വൈകിട്ട് 4 മണിക്ക് കെഴുതടിയൂർ ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ മെയിൻ റോഡ്
ലാളംപാലം ചുറ്റി നേരെ കുരിശുപള്ളി കവലയിലേക്ക് എത്തുന്ന വിധമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായിട്ട് ഇതിന് മുന്നോടിയായിട്ട് മേഖലാ സമ്മേളനങ്ങൾ കൂടുകയും ആ മേഖലാ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ ഇതിനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഒരു 10 പേർക്ക് ഒരു ടീം ലീഡർ, ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അറേഞ്ച് ചെയ്താണ് നമ്മൾ ഈ സമ്മേളനമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അവർ പാലായിൽ എത്തുമ്പോൾ ബൈപ്പാസിൽ ബസ്സുകൾ പാർക്ക് ചെയ്തതിന് ശേഷം ഓരോ മണ്ഡലം തിരിഞ്ഞ് ബാനർ പിടിച്ച് കൃത്യമായിട്ട് ആ ക്യാപ്റ്റന്റെ 10 പേർക്ക് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ ക്യാപ്റ്റന്റെ കീഴിൽ അണിനിരുന്ന് 2 ലൈനായിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ള ഒരു ചിട്ടയായ പ്രവർത്തനമാണ് നമ്മൾ ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പ്രകടനം നമ്മൾ പാലായിലെത്തുമ്പോൾ, കുരിശുപള്ളി കവലയിലെത്തുമ്പോൾ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാനെ നമ്മൾ തയ്യാറാക്കുന്ന പ്രത്യേക പന്തലിൽ നമ്മുടെ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യും. അതിനുശേഷം പാർട്ടിയുടെ നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെയുള്ള നമ്മുടെ പാലാ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ആൾക്കാരും പങ്കെടുക്കുന്ന വലിയൊരു പൊതുസമ്മേളനം കൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പാർട്ടിയുടെ MLA-മാരും മന്ത്രി ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്നതാണ്. റാലിക്കും പൊതുസമ്മേളനത്തിന് മുന്നോടിയായി 13 മണ്ഡലങ്ങളിലും യൂത്ത് ഫ്രണ്ടിന്റെ മേഖലാ സമ്മേളനങ്ങൾ നടന്നു. പ്രൊഫസർ ലോപ്പസ് മാത്യു, ടോബിൻ കെ അലക്സ്, ബൈജു പുതിയടത്തിജാലിൽ, രാജേഷ് വാളിപ്ലാക്കൽ, സാജൻ തൊടുക എന്നിവർ നേതൃത്വം നൽകി. റാലിക്കും പൊതുസമ്മേളനത്തിലും പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി വരിക്കലിനോടൊപ്പം സംസ്ഥാന സെക്രട്ടറിമാരായ സുനിൽ പയ്യപ്പള്ളി, സിജോ പ്ലാത്തോട്ടം, ടോബി തൈപ്പറമ്പിൽ, മനു തെക്കേൽ, അഭിരാജൻ ചൊവ്വാറ്റുകുന്നേൽ, സച്ചിൻ കളജിക്കൽ, നിയോജക മണ്ഡലം സെക്രട്ടറി ജെയിംസ് പൂവത്തോലി, ട്രഷറർ മാർട്ടിൻ ചിലമ്പങ്കുന്നേൽ, ജില്ലാ സെക്രട്ടറിമാരായ ബിനു പുലിയുറുമ്പിൽ, സുജയ് കളപ്പുരക്കൽ, ആൻഡോ വെള്ളപ്പാട്, ബിനേഷ് പാറാന്തോട്, യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റുമാരായ കരുൺ കൈലാസ്, സക്കറിയ സൈപ്പൻ പറമ്പിക്കുന്നേൽ, സഞ്ജു പൂവക്കുളം, അജോയ് തോമസ്, ടിറ്റോ കൊല്ലിത്താഴെ, രാഹുൽ കൃഷ്ണൻ, ബിബിൻ മരങ്ങാട്, തോമസ് ബേബി, അബി അബു, അഖിൽ മാത്യു, അമൽ വിനോദ്, നിതിൻ മാത്യു, എബിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകും. പരിപാടികൾ വിശദീകരിച്ച് പാലാ മീഡിയ ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി വരിക്കയിൽ, സംസ്ഥാന സെക്രട്ടറിമാരായ സുനിൽ പയ്യപ്പള്ളി, സിജോ പ്ലാത്തോട്ടം, അഭിരാജൻ ചൊവ്വാറ്റുകുന്നേൽ, സച്ചിൻ കളജിക്കൽ, നിയോജക മണ്ഡലം സെക്രട്ടറി ജെയിംസ് പൂവത്തോലി, യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റുമാരായ കരുൺ കൈലാസ്, സക്രിയാസ് ഐപ്പം പറമ്പിക്കുന്നേൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ദൃശ്യ ന്യൂസ്, പാലാ. പെരുവാക്കടുത്തുരുത്തി റോഡിൽ ബാറിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച സ്ത്രീ മരിച്ചു. ബൈക്ക് യാത്രികയായ സഹോദരിക്ക് ഗുരുതര പരിക്കേറ്റു. മൂർക്കാട്ടിപ്പടി കാരിക്കോട് സ്വദേശി ശ്രീലേഖയാണ് മരിച്ചത്. സഹോദരി ശ്രീജയെ ഗുരുതര പരിക്കുകളോടെ ഏറ്റുമാനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. പെരുവിയിൽ നിന്ന് കടുത്തുരുത്തി റൂട്ടിലേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ എതിരെ വന്ന കാർ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വെള്ളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാർ ഡ്രൈവർ അമിതമായി മദ്യപിച്ചതായി വെള്ളൂർ പോലീസ് പറഞ്ഞു. ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. KPCC സാംസ്കാരിക വിഭാഗമായ സാംസ്കാരിക സാഹിത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും മീഡിയ ഇൻചാർജുമായും ഷിജു സ്കറിയെ സംസ്ഥാന ചെയർമാൻ CR മഹേഷ് MLA നിയമിച്ചു. നേരത്തെ ജില്ലാ ചെയർമാനായിരുന്നു. സീനിയർ ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റാണ്. KUWJ ബംഗളൂരു, ചെന്നൈ ഘടകങ്ങളുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവല്ല വെണ്ണികുളം സ്വദേശിയാണ് ഷിജു. ഭരണങ്ങാനത്ത് 2 വെയിറ്റിംഗ് ഷെഡിന് ഫ്രാൻസിസ് ജോർജ് MP 10 ലക്ഷം രൂപ അനുവദിച്ചു. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നുപോകുന്നവർക്കും 7 സ്കൂളുകളിലായി 8300 വിദ്യാർത്ഥികൾ വന്നുപോകുന്നതും വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നുപോകുന്നവർക്കും മഴയും വെയിലും ഏൽക്കാതെ നിൽക്കാൻ ഭരണങ്ങാനത്ത് പാലാ ഭാഗത്തേക്കും ഈരാറ്റുപേട്ട ഭാഗത്തേക്കും 2 വെയിറ്റിംഗ് ഷെഡ് പണിയുന്നതായി ഫ്രാൻസിസ് ജോർജ് MP 10 ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് മണ്ഡലം പ്രസിഡന്റ് ജോ ഓരപ്പുഴയ്ക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി പൊരിയത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ ലിസി സണ്ണി, റെജി മാത്യു, ജോർജ് വലിയപറമ്പിൽ, തോമച്ചൻ തേക്കുംകാട്ടിൽ എന്നിവർ നൽകിയ നിവേദന ഫലമായാണ് തുക അനുവദിച്ചത്. കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് പണി ആരംഭിക്കുമെന്ന് റെജി വടക്കേ മേച്ചേരി പറഞ്ഞു. ഭരണങ്ങാനത്ത് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രവും അതുപോലെ തന്നെ 8850 കുട്ടികളോളം പഠിക്കുന്ന വിവിധ സ്കൂളിലെ 7 സ്കൂളുകളിലെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രാദേശികവാസികൾ, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം പ്രയോജനകരമായ രീതിയിൽ ഭരണങ്ങാനത്ത് വെയിറ്റിംഗ് ഷെഡ്, നല്ലൊരു വെയിറ്റിംഗ് ഷെഡുകൾ ഇല്ല എന്നുള്ളത് ഒരു കുറവായിരുന്നു. അതിന് ഫ്രാൻസിസ് ജോർജ് 10 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് അതുപോലെ തന്നെ വിവിധ പ്രാദേശിക നിവാസികൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിലാണ് ഈ വെയിറ്റിംഗ് ഷെഡുകൾ വന്നിരിക്കുന്നത്.
അതുപോലെ തന്നെ വിവിധ സ്കൂളുകളായ LP സ്കൂള്, ബോയ്സ് സ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള്, ഗേൾസ് സ്കൂള് എന്നിവർക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ ഈ ഭരണങ്ങാനത്തിൻ്റെ ഏറ്റവും ഗതാഗത കുരുക്കെന്ന് പറയുന്നത് ഈ എല്ലാവരും കൂടി ഭരണങ്ങാനം ടൗണിൽ വന്ന് ഈ വെയിറ്റ് ഷെഡ് ഇല്ലാത്തതിനാൽ മഴയും വെയിലും ഏൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിന് മാറ്റം വരുത്തി കുറുപ്പന്തറ ജംഗ്ഷനിൽ റോഡിലെ ടാറിങ് ഇളകി മാറി കുഴികൾ രൂപപ്പെട്ടു. പലയിടങ്ങളിലായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര വാഹനയാത്രക്കാർക്ക് അപകടം സൃഷ്ടിക്കുകയാണ്. 4 റോഡുകൾ വന്നുചേരുന്ന ഈ ജംഗ്ഷനിലെ റോഡിന്റെ ശോചനീയാവസ്ഥ വ്യാപാരികളെയും വാഹനയാത്രക്കാരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുകയാണ്. എത്രയും വേഗം റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. കുറുപ്പന്തറ കവലയിൽ നിന്ന് കുറവലങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ പ്രവേശന കവാടത്തിലാണ് യാത്രാ ദുരിതമേറുന്നത്. ഇവിടെ റോഡ് പൂർണ്ണമായും തകർന്ന ചെറിയ കുഴികൾ നിറഞ്ഞിരിക്കുകയാണ്. ജംഗ്ഷനിലെ കുരിശുപള്ളിയുടെ മുൻഭാഗത്തും റോഡ് താഴ്ന്ന അവസ്ഥയിലാണ്. മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുകയാണ്. ജംഗ്ഷന്റെ മധ്യഭാഗത്തുള്ള വലിയ കുഴി അപകടക്കെണിയൊരുക്കി വാഹനയാത്രക്കാർക്ക് ഭീഷണിയാവുന്നുണ്ട്. ഡ്രൈവർമാർ കുഴി വെട്ടിച്ചു മാറ്റുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കോട്ടയം ഭാഗത്തേക്ക് ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്ത് റോഡ് തകർന്ന മെറ്റൽ കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നത് യാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭിന്നശേഷിക്കാർക്ക് സുഗമമായി പ്രവേശിക്കുന്നതിനായി റാമ്പ് സ്ഥാപിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ക്ഷേത്രത്തിൽ ഇത്തരം സൗകര്യം ഏർപ്പെടുത്തുന്നത്. ദേവസ്വം മന്ത്രി VN വാസവൻ റാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തുള്ള സ്റ്റേജിനോട് ചേർന്ന കവാടത്തിലും ശ്രീകൃഷ്ണ കോവിലിലുമാണ് റാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ ഭക്തർക്ക് ഇനി മുതൽ 7:30 പൊന്നാന ദർശനം നേരിൽ കാണാനും ക്ഷേത്ര മതിൽക്കകത്തെ മറ്റ് പരിപാടികളിൽ പങ്കെടുക്കാനും സാധിക്കും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രോപദേശക സമിതിയുടെ നിവേദനത്തെ തുടർന്നാണ് റാമ്പ് സൗകര്യം ഒരുക്കിയത്. ഭിന്നശേഷിക്കാരായ ഗൗരി, പത്മകുമാർ എന്നിവരെ റാമ്പിലൂടെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചു. ഏറ്റുമാനൂരപ്പന്റെ കൊടിമരച്ചുവട്ടിലെത്തി തൊഴാൻ അവസരം നൽകിയ മന്ത്രിയോടുള്ള നന്ദിയും ഗൗരിയും പത്മകുമാറും അറിയിച്ചു. ഭിന്നശേഷിക്കാർക്ക് 7:30 പൊന്നാന ദർശനം നടത്തുന്നതിന് പ്രത്യേക ദർശന സൗകര്യം ഏർപ്പെടുത്തുമെന്ന് ഉപദേശക സമിതി അറിയിച്ചു. നിശ്ചയമായും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ഏതാണ്ടൊരു 225 ലക്ഷത്തോളം രൂപ നമ്മളിപ്പോൾ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി മുടക്കിക്കഴിഞ്ഞു. ഇതിലേറ്റവും മനസ്സിന് സുഖം തന്ന ഒരു പ്രവർത്തനമാണ് ഭിന്നശേഷിക്കാർക്ക് ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുമ്പിലുള്ള തൊഴാനുള്ള അവസരം ഉണ്ടാക്കുന്ന ഒരു റാമ്പ് ഉണ്ടാക്കുകയാണ്. ഒരിക്കലിവിടെ വന്നപ്പോൾ ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾ വലിയൊരു നിവേദനമാണ് വളരെ പെട്ടെന്ന് ഇത് ചെയ്യണമെന്ന് തോന്നലേക്ക് ഞങ്ങളെത്തിയത്. അപ്പോൾ ആവശ്യമായ നിർദ്ദേശം കൊടുത്തു, അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഇതിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാവരെയും പോലെ ദർശനം ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം സംജാതമാക്കിയത് അവരുടെ സമൃദ്ധി എൻ്റെ സമൃദ്ധിയായി ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും. മന്ത്രി VN വാസവൻ സാർ ഇത് ഒരുക്കി തന്നതിൽ, ഇത്രയും വേഗം ഒരുക്കി തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഏറ്റുമാനൂരപ്പൻ്റെ മണ്ണിൽ ഇവിടെ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും എനിക്കിപ്പോഴാണ് ഇങ്ങനെയൊന്ന് വന്ന് തൊഴാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം സാധിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. രാമപുരത്തെ 4 അമ്പലങ്ങളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ നിന്നും ഫണ്ട് അനുവദിക്കുന്നതിന് അടിയന്തര ശ്രമങ്ങൾ നടത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. പ്രവർത്തകരോടും ജനപ്രതിനിധികളോടുമൊപ്പം 4 അമ്പലങ്ങളിൽ സന്ദർശനം നടത്തുകയായിരുന്നു MP. രാവിലെ 8 മണിക്ക് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയ ഫ്രാൻസിസ് ജോർജ് തുടർന്ന് മറ്റു 3 ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തിയാണ് മടങ്ങിയത്. ക്ഷേത്രങ്ങളിലെത്തിയ MPയെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് AR ബുദ്ധൻ, പ്രാൺ അമനകര, പ്രദീപ് നമ്പൂതിരി, ശ്രീകുമാർ കൂടപ്പുലം, ഉണ്ണികൃഷ്ണൻ, സോമനാഥൻ നായർ, അക്ഷയ, PP നിർമ്മലൻ, സലി പുലിക്കുന്നേൽ, വിഷ്ണു കൊണ്ടുമറുക് ഇല്ലം എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ, പുതിയടത്ത് ചാലിൽ KK ശാന്താറാം, ജോഷി കുമ്പളത്ത്, തോമസ് ഉഴുന്നാലിൽ, ജോർജ് പുളിങ്കാട്, മത്തച്ചൻ പുതിയടത്ത് ചാലിൽ, സിജി വിജയകുമാർ ചിറക്കൽ, രാജപ്പൻ പുത്തൻമ്യാലിൽ, നോയൽ, ജോമൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. രാമപുരത്ത് ഈ 4 അമ്പല ദർശനം നടക്കുന്ന ഈ അവസരത്തിൽ ശ്രീരാമ സഹോദരങ്ങളുടെ ആ ഓർമ്മ, പുണ്യമായ ഓർമ്മ പുതുക്കുന്ന ഒരു അവസരം കൂടിയാണ്. 4 സഹോദരങ്ങളുടെയും പേരിലുള്ള ഈ 4 അമ്പലങ്ങളിൽ 10,000 കണക്കിന് വിശ്വാസികളാണ്, ഭക്തരാണ്.
കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഈ അവസരത്തിൽ രാമപുരത്തേക്ക് എത്തുന്നത് ഇവിടെ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ് വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോ വർഷം തോറും ഭക്തജനങ്ങളുടെ തിരക്ക് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ വാഹനങ്ങൾ വരാനും പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കൂടാതെ ഈ ദർശനം നടത്താനുമുള്ള സൗകര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ക്ഷേത്ര ഭാരവാഹികളുമായിട്ട് ചർച്ച ചെയ്തത്. ബഹുമാനപ്പെട്ട MLA ശ്രീ മാണി സി കാപ്പൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയിരുന്നു, ഇവിടെ വന്നിരുന്നു. ക്ഷേത്ര ഭാരവാഹികളുമായി ചർച്ച ചെയ്തിരുന്നു. ഞാനും അദ്ദേഹവും കൂടി കേന്ദ്ര ടൂറിസം മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇത് കേന്ദ്ര ടൂറിസത്തിൻ്റെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി, പിൽഗ്രിം ടൂറിസം എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ വേണ്ട സാമ്പത്തിക സഹായം നൽകി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. രാമപുരം നാലമ്പലങ്ങളിൽ നേരിട്ടെത്തി വിശകലനം ചെയ്ത മന്ത്രി റോഷി അഗസ്റ്റിൻ തിരക്ക് വർദ്ധിച്ചു വരുന്ന രാമപുരത്തെ നാലമ്പലങ്ങളിൽ ഇക്കഴിഞ്ഞ ശനിയും ഞായറും അത്യപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കുന്നതിനും റോഷി അഗസ്റ്റിൻ നേരിട്ടെത്തി ക്ഷേത്ര ഭാരവാഹികളുമായി സംസാരിച്ചു. ആവശ്യത്തിന് പോലീസ് സേനയുടെ കുറവും ട്രാഫിക്കിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള നടപടിയെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി പെൻഷനും നാട്ടിൽ തിരികെ എത്തിയ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകണമെന്ന് കേരള പ്രവാസി സംഘം മല്ലപ്പള്ളി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീകൃഷ്ണപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പും ജീവിത നിലവാരത്തിലെ ഉയർച്ചയിലും പ്രവാസി മലയാളികൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. മല്ലപ്പള്ളി CMS ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ പ്രവാസികൾക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവാസി ക്ഷേമനിധി, നോർക്ക റൂട്ട്സ്, ലോക കേരള സഭ തുടങ്ങിയ മാതൃകാപരമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി പ്രവാസികൾക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്ന സംസ്ഥാന സർക്കാരിന് കൂടുതൽ കരുത്ത് നൽകേണ്ടത് ഓരോ പ്രവാസിയുടെയും കടമയാണെന്നും ശ്രീകൃഷ്ണപിള്ള പറഞ്ഞു. നിതാന്തമായ ജാഗ്രതയുടെയും ഫലമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുത്തരത്തിൽ ഒരു ക്ഷേമ പദ്ധതി നടപ്പിലാക്കുവാനും അത് എല്ലാ കരങ്ങൾ പ്രവാസികളുടെ കരങ്ങളിൽ എത്തിക്കുവാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ 22 വർഷക്കാലത്തെ ഈ സംഘടനയുടെ ഏറ്റവും വലിയ അഭിമാനം. പെൻഷൻ മാത്രമല്ല, നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. എനിക്ക് തോന്നി കഴിഞ്ഞ ഇന്നലെ ഇടുക്കിയിൽ അതിൻ്റെ അദാലത്തുണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും ഇപ്പോൾ അദാലത്ത് വെക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം പദ്ധതി പ്രകാരം ഏതെങ്കിലും ഒരു പ്രവാസി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ചികിത്സാ സഹായത്തിനത്തിൽ 50,000 രൂപ വരെയാണ്. ഹാർട്ട് അറ്റാക്ക് പോലുള്ള, ക്യാൻസർ പോലുള്ള മഹാവ്യാധികൾ 50,000 രൂപയാണ് ഒരു പ്രവാസിക്ക് സ്വാതന്ത്ര്യ പദ്ധതി പ്രകാരം ചികിത്സാ സഹായം കിട്ടുന്നത്. പ്രവാസി സംഘം മല്ലപ്പള്ളി ഏരിയ പ്രസിഡന്റ് സ്കറിയ ജോൺ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി രഘുനാഥ് ഇടത്തിട്ട സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി നജീബ് കോട്ടാങ്ങൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പീറ്റർ മാത്യു, ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു, ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് സുരേഷ് പരുവല, വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി സജിത സ്കറിയ, വർഗീസ് കുഴുവേലിൽ, മനീഷ് കുഴുവേലിൽ, ബിനു കുറിച്ചിയിൽ എന്നിവർ പ്രസംഗിച്ചു. സ്കറിയ ജോൺ പ്രസിഡന്റ്, വർഗീസ് കുഴുവേലിൽ സെക്രട്ടറി, ബിനോജ് എബ്രഹാം ട്രഷറർ എന്നിവരുൾപ്പെടെ 21 അംഗ ഏരിയ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.